കൊല്ലം തേവലക്കരയിൽ വിദ്യാർത്ഥി സ്കൂളിൽ വെച്ച് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ വീഴ്ച സംബന്ധിച്ച് വൈദ്യുത മന്ത്രി വൈദ്യുതി ലൈൻ താഴ്ന്നു കിടന്നിട്ടും KCB ഉദ്യോഗസ്ഥർ ശ്രദ്ധിച്ചില്ല. സുരക്ഷാമായ അകലം പാലിച്ചില്ലെന്ന് മന്ത്രി പറഞ്ഞു. KCB ഉന്നതതല അന്വേഷണം നടത്തും. സൈക്കിൾ ഷെഡ് കെട്ടുമ്പോൾ പഞ്ചായത്തിന്റെ അനുമതി തേടിയിട്ടില്ല. 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുനാണ് സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ കയറിയപ്പോൾ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചത്. വിവരങ്ങൾ നൽകാൻ ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, മിഥുൻ്റെ മരണം അതിൽ KCBക്ക് വീഴ്ച സംഭവിച്ചു എന്ന് വൈദ്യുതി മന്ത്രി തന്നെ സമ്മതിക്കുന്നു. നിഖില, അത് തന്നെയാണ്. അല്പസമയം മുമ്പാണ് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി മാധ്യമങ്ങളെ കണ്ടത്. ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കാണുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് വിശദമായി പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കാം എന്നുള്ളതായിരുന്നു വൈദ്യുതി മന്ത്രി പറഞ്ഞത്. ഇന്ന് ഉച്ചയോടുകൂടി ഒരു പ്രാഥമിക റിപ്പോർട്ട് വൈദ്യുതി വകുപ്പിന് ലഭ്യമായിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം. വൈദ്യുതി വകുപ്പിന്റെയും KCBയുടെയും ഭാഗത്തു നിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വൈദ്യുതി മന്ത്രി ഇപ്പോൾ പറയുന്നത്. അതിൽ പ്രധാനമായും ഈ ഒരു ഷെഡിന്റെ മുകളിലൂടെ വൈദ്യുതി ലൈൻ വലിക്കാൻ പാടില്ലായിരുന്നു. അത് ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു കണക്ഷൻ അതുവഴി പോയത് എന്നതടക്കമുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം വകുപ്പ് നടത്തുമെന്നുള്ളതാണ് മന്ത്രി ഇപ്പോൾ അറിയിക്കുന്നതിന്. ഒരു ഉന്നതതല സമിതി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നും മന്ത്രി അറിയിക്കുകയുണ്ടായി. അതിന്റെ അകലമടക്കം കൃത്യമായി പാലിച്ചല്ല നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രി പറയുന്നത്. സ്വയം വീഴ്ച, സ്വയം കുറ്റം അതിപ്പോൾ മന്ത്രി ഏറ്റെടുക്കുകയാണ്, വൈദ്യുതി വകുപ്പ് ഏറ്റെടുക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിദാരുണമായ സംഭവം തന്നെയാണ് കൊല്ലം തേവലക്കര സ്കൂളിൽ ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു സംഭവം നടന്ന മണിക്കൂറുകൾ പിന്നിടുമ്പോഴും സ്കൂളിലേക്ക് സ്ഥലം MLA അടക്കം എത്താത്തതിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഒപ്പം തന്നെ സ്കൂളിന്റെ ഭാഗത്തു നിന്നും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിമർശനങ്ങൾ ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു സൈക്കിൾ ഷെഡ് അവിടെ നിർമ്മിക്കുമ്പോൾ അതിന് KCBയുടെ നടപടികൾ പൂർത്തീകരിച്ചിരുന്നു, അല്ലെങ്കിൽ KCBയുടെ അടക്കമുള്ളവരുടെ അനുവാദം വാങ്ങിക്കൊണ്ടാണോ ഷെഡ് നിർമ്മിച്ചത് എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും സ്കൂൾ അധികൃതർ കൃത്യമായ വ്യക്തത നൽകുന്നില്ല. കൂടാതെ തന്നെ എല്ലാ തവണയും സ്കൂൾ തുറക്കുന്നതിന് ഒരു മാസം മുൻപ്, അതായത് മെയ് മാസത്തോടു കൂടി സ്കൂളുകളുടെ ഫിറ്റ്നസ് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. സംസ്ഥാനത്ത് ഫിറ്റ്നസ് ഇല്ലാത്ത സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി നാഴിക്ക് 40 വട്ടവും പറഞ്ഞിരുന്നത്. പക്ഷേ ഈ സ്കൂളിന്റെ ഇത്തരത്തിലൊരു കണ്ടീഷൻ നിൽക്കുമ്പോൾ അതിന്റെ ഫിറ്റ്നസ് അടക്കമുള്ള കാര്യങ്ങൾ ഏത് ഘട്ടത്തിലാണ് നൽകിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിമർശനം ഉയരുന്നുണ്ട്. മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ അടക്കം രൂക്ഷമായ വിമർശനം വിദ്യാഭ്യാസ വകുപ്പിനെതിരെ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടാകാൻ അത് ഏത് തരത്തിലാണ് അത് ഉണ്ടായത് എന്ന് വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കണം. ഒപ്പം തന്നെ ഒരു കുട്ടി ആ ഭാഗത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ എന്തുകൊണ്ട് സ്വീകരിച്ചിരുന്നില്ല? കൂടാതെ ഈ ഒരു സൈക്കിൾ ഷെഡ് ഏത് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് അവിടെ നിർമ്മിച്ചത്? ഒപ്പം തന്നെ KCB ഈ ഒരു കോമ്പൗണ്ടിനുള്ളിൽ കൂടി ഇങ്ങനൊരു വൈദ്യുതി ലൈൻ വലിക്കാൻ അത് ആരാണ് അതിന് നിർദ്ദേശം നൽകിയത്? ഏത് ഉദ്യോഗസ്ഥരാണ് അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത് അടക്കമുള്ള കാര്യങ്ങളിൽ വിമർശനം വരികയാണ്. വിവിധ വിദ്യാഭ്യാസ സംഘടനകളും ഒപ്പം തന്നെ വിദ്യാർത്ഥി സംഘടനകളടക്കം ശക്തമായ പ്രതിഷേധം ഇപ്പോൾ സ്കൂളിലേക്ക് നടത്തുന്നുണ്ട്. സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള വിമർശനം കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയാണ്. എന്തായാലും വിവിധ മന്ത്രിമാർ, വിവിധ വകുപ്പ് മേധാവികൾ അടക്കമുള്ളവർ മിഥുന്റെ വീട്ടിലേക്ക് സന്ദർശനം നടത്തുന്നുണ്ട്. മൃതദേഹമടക്കം വീട്ടിലേക്ക് കൊണ്ടുവരുന്ന അടക്കമുള്ള നടപടിക്രമങ്ങൾ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് കടക്കുന്നു. ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള ചടങ്ങുകൾ, നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയാണ്. എന്തായാലും സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂറിൽ ഉണ്ടാകും. എന്തായാലും വലിയ രീതിയിലുള്ള ആശങ്ക, വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങൾ, വിവാദങ്ങൾ, വിമർശനങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ വിവിധ വകുപ്പുകൾക്കെതിരെ ഉയരുകയാണ്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രി എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, മികവിന്റെ കേന്ദ്രങ്ങളാണ് വിദ്യാലയങ്ങൾ, വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ അത്തരത്തിലാണ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ വീഴ്ചകളുള്ള സ്കൂളുകൾ കണ്ടെത്താൻ വിദ്യാഭ്യാസ വകുപ്പിന് കഴിഞ്ഞില്ല? ആരാണ് സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് രൂക്ഷമായ വിമർശനം ഉയരുകയാണ്. മന്ത്രിക്കെതിരെയും ശക്തമായ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി ഉയരുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെ 9:30 കൂടിയാണ് കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂൾ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. അധ്യാപകർ ഗ്രൗണ്ടിൽ നിൽക്കുന്ന സമയത്താണ് സുഹൃത്തിന്റെ ചെരുപ്പ് ഈ ഷെഡിന് മുകളിലേക്ക് വീഴുകയും അത് എടുക്കാനായി മിഥുൻ ശ്രമിക്കുകയും ചെയ്തത്. ഇതിനിടയിലാണ് കാൽവഴുതി ഈ ഇലക്ട്രിക് ലൈനിൽ ശരീരം മുട്ടുകയും വൈദ്യുതാഘാതമേറ്റ് അവിടെ തന്നെ വെച്ച് മരണം സംഭവിക്കുകയും ചെയ്തത്. എന്തായാലും അധ്യാപകരടക്കമുള്ളവർ രക്ഷാപ്രവർത്തനം നടത്തുകയും അദ്ദേഹം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി രക്ഷാപ്രവർത്തനം നടത്തുകയും ഒക്കെ തന്നെ ചെയ്തു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. എന്തായാലും അതിൽ അതിരൂക്ഷമായ വിമർശനമാണ് KCBക്കും വൈദ്യുതി വകുപ്പിനും ഒപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിനുമെതിരെ ഉയരുന്നത്. സ്ഥലം MLAക്കെതിരെയും ഇത്തരത്തിലുള്ള ഗുരുതരമായ ആക്ഷേപം ഉയരുകയാണ്. കാരണം MLA നിരവധി പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാനും മറ്റ് നടപടികൾക്കുമായി ഈ സ്കൂളിൽ പതിവായി എത്താറുണ്ട്. പക്ഷേ എന്തുകൊണ്ട്
ഇത്തരത്തിലൊരു ഗുരുതരമായിട്ടുള്ള വീഴ്ച അല്ലെങ്കിൽ ഒരു ലംഘനം അവിടെ നടക്കുന്നത് എന്തുകൊണ്ട് കണ്ടെത്തിയില്ല? ആ ഫിറ്റ്നസ് അടക്കമുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ വൈദ്യുതി ലൈൻ അവിടുന്ന് മാറ്റി സ്ഥാപിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ MLA ഇടപെടാത്തതിലും കനത്ത പ്രതിഷേധമാണ് ഈ ഭാഗത്തേക്ക് ഉയരുന്നത്. BJP അടക്കമുള്ളവർ സ്കൂളിലേക്കും ഒപ്പം തന്നെ സ്കൂൾ മാനേജ്മെന്റിനെതിരെയും പ്രതിഷേധവും ശക്തമാക്കിയിട്ടുണ്ട്. നിഖിൽ. ശരി ശാലിനി, കൊല്ലം തേവലക്കരയിൽ വിദ്യാർത്ഥി സ്കൂളിൽ വെച്ച് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ വീഴ്ച സംബന്ധിച്ച് വൈദ്യുത മന്ത്രി വൈദ്യുതി ലൈൻ താഴ്ന്നു കിടന്നിട്ടും KSEB ഉദ്യോഗസ്ഥർ ശ്രദ്ധിച്ചില്ല, സുരക്ഷ അകലം പാലിച്ചില്ലെന്ന് മന്ത്രി പറഞ്ഞു. KSEB ഉന്നതതല അന്വേഷണം നടത്തും. സൈക്കിൾ ഷെഡ് കെട്ടുമ്പോൾ പഞ്ചായത്തിൻ്റെ അനുമതി തേടിയിട്ടില്ല. 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുനാണ് സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ കയറിയപ്പോൾ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചത്. വിവരം നൽകുകയായിരുന്നു ശാലിനി.